ട്രേഡിംഗ് ഇന്ത്യയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 40 പോയിന്റും S&P 17 പോയിന്റും നസ്ഡാക്ക് 143 പോയിന്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഗൾഫ് നിഫ്റ്റിയും 96 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത, ഒരു ഗ്യാപ് ഡൗണിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത അതേ ക്യാൻഡിലിൽ തന്നെയാണ് ഈ ആഴ്ചയും വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലായിരുന്നു. ഇന്നലെയും ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫുള്ള് കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓൾ ടൈം ഹൈക്കുള്ള സാധ്യത ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത. വീണ്ടും മാർക്കറ്റ് ആ ഒരു ടോപ്പിലോട്ട് പോയെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ, അതായത് ഇക്കഴിഞ്ഞല്ല അതിൻ്റെ മുന്നിലത്തെ ആഴ്ചത്തെ ആ ഒരു ഹൈയിൽ തന്നെ മാർക്കറ്റ് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. അപ്പോൾ ഈ രണ്ട് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ആഴ്ചയായിട്ട് സെയിം സോണിൽ, സെയിം ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വരുന്നത്. നമുക്ക് ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന വീക്ക്ലി ക്യാൻഡിലും വന്നിരിക്കുന്ന ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച് രണ്ടോ മൂന്നോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ക്യാൻഡിലിൻ്റെ പേരെന്ന് പറയുന്നത്, ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഇപ്പം അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിൽ എന്നും പറയും, ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ എന്നും പറയും. ക്യാൻഡിലിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സെയിം ആണ്. സെയിം ക്യാൻഡിൽ തന്നെയാണ് രണ്ട് പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ക്യാൻഡിൽ തന്നെ ഇതിപ്പം ഗ്രീൻ കളറിൽ വന്നു കഴിഞ്ഞാലും സെയിം പേര് തന്നെയാണ്. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കും, ഇൻവെർട്ടഡ് ഹാമർ എന്ന് വിളിക്കും. പക്ഷേ ആ ഹാമർ വരുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ടോപ്പിലാണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത് ടോപ്പിലാണ് ഇല്ലേ, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് മുകളിലോട്ട് പോയി മുകളിൽ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ, ഈ ക്യാൻഡിൽ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കും. ഇനി ഇതേ ക്യാൻഡിൽ തന്നെ റെഡ് കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലോ താഴെ ബോട്ടത്തിലാണ് വരുന്നതെങ്കിൽ, സെയിം ക്യാൻഡിൽ ബോട്ടത്തിൽ വരികയാണെങ്കിലാണ് അതിനെ ഇൻവെർട്ടഡ് ഹാമർ എന്ന് വിളിക്കുക. സെയിം ക്യാൻഡിൽ ടോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ, കളർ ഒരു പ്രശ്നമേ അല്ല. ടോപ്പിൽ ഇപ്പം വന്നിരിക്കുന്നത് നമുക്ക് റെഡ് ക്യാൻഡിലാണ്, അത് ഗ്രീൻ ക്യാൻഡിലായിരുന്നാൽ, ഇതിൻ്റെ ബോഡി ഒരു ഗ്രീൻ ആയിരുന്നാൽ തന്നെയും അതിനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കും. റെഡ് ആണെങ്കിൽ പോലും അത് ഷൂട്ടിംഗ് സ്റ്റാർ തന്നെയാണ്. പക്ഷേ